ആഗർഭഗ ശിശോരന്ധ്യ ശയ്യാശയജനാദ്ഗൃഹീ ജനസ്യോച്ഛാവചസ്യാപി സേവനെ നിരതോ ഭവേത്. ആഗർഭക ശിശോഹോ, ഗർഭത്തിലുള്ള ശിശു മുതല് അന്ത്യശയ്യാശയ ജനാത്, മരണശയ്യയിൽ കിടക്കുന്ന ആൾ വരെയുള്ള. ഇപ്പോൾ ആ സബ്ജക്റ്റിൽ നിന്ന് മാറി അടുത്ത സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഗൃഹസ്ഥാശ്രമിയുടെ ഇതുവരെ പറഞ്ഞത് ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഭാര്യയുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഗർഭിണിയായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിന് ശേഷം ഇനി ഗൃഹസ്ഥാശ്രമിയുടെ അടുത്ത ഒരു തലത്തിലേക്ക് വരികയാണ്. ഗർഭത്തിലുള്ള ശിശു മുതൽ മരണശയ്യയിൽ കിടക്കുന്ന ആൾ വരെയുള്ള ഉച്ചാവജസ്യ ജനഃ, പലതരത്തിലുള്ള ആളുകളുടെ അഭിസേവനെ, സേവനത്തില് ഗൃഹി ഗൃഹസ്ഥാശ്രമി നിരതഃ ഭവേത്, തൽപരനായി ഭവിക്കണം. ഗൃഹസ്ഥാശ്രമി എന്നാൽ സ്വന്തം ജീവിതവും സ്വന്തം കാര്യവും മാത്രം നോക്കുന്നവനാകാൻ പാടില്ല. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്ന് 4 ആശ്രമങ്ങളിൽ ഗുരു 3 ആശ്രമങ്ങളെ ഉൾക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞെങ്കിലും 4 ആശ്രമങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. ഈ 4 ആശ്രമങ്ങളിൽ ഗൃഹസ്ഥാശ്രമിയാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തി. പ്രത്യേകിച്ചും അവന് ബാഹ്യ ജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും നല്ല ബോധം ഉണ്ടായിരിക്കണം. സാമൂഹിക ജീവിതം അവൻ കാണാതെ പോകരുത്. ഗുരുദേവൻ കാണാതിരുന്നിട്ടില്ല സാമൂഹിക ജീവിതം. ജ്ഞാനിയായിരുന്നിട്ടും ഏതെങ്കിലും ഗുഹയിലോ മലയിലോ പോയിട്ട് മറഞ്ഞിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി വന്നു സാമാന്യ ജനങ്ങൾ ജീവിക്കുന്ന ജീവിത രംഗത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ദുഃഖങ്ങൾ ശമിപ്പിക്കാനായിട്ട് ഗുരു നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഗൃഹസ്ഥാശ്രമിയും അങ്ങനെ ഒരു കുഞ്ഞ്, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞു മുതൽ വാർദ്ധക്യകാലത്ത് ശയ്യാവലംബിയായിരിക്കുന്ന ഒരു വ്യക്തി വരെയുള്ള എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുകയും ചെയ്യണം. അതിൽ നിരതനായിരിക്കണം, തൽപരനായിരിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാകാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ എല്ലാവരുടെയും സേവനത്തിൽ തൽപരരായിരിക്കണം ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഈ സേവനം ചെയ്യുന്നതിലൂടെ എന്താണ് പ്രയോജനം? വേറൊരാളുടെ ദുഃഖം ശമിപ്പിക്കുന്നതിൽ, വിഷമതകൾ മാറ്റുന്നതിൽ, ജീവിതഭാരം ലഘൂകരിക്കുന്നതിൽ നമ്മൾ ചെയ്യുന്ന ആ സേവനം അത് ഏത് തരത്തിലാണ് നമുക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നത്? ഒന്ന്, നിങ്ങൾ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈശ്വരൻ്റെ ഒരു നിയുക്ത കൽപ്പന നിങ്ങൾ അനുസരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ ദുഃഖശമനത്തിന് കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള അറിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. അതിലൂടെ നിങ്ങളുടെ ആന്തരികതയിൽ ഒരു സമ്പത്ത് വന്ന് നിറയുന്നുണ്ട്. അതിനെ പുണ്യം എന്നാണ് പറയുക. പുണ്യം എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ നൽകുന്ന സംസ്കാരത്തിൻ്റെ പേരാണ് പുണ്യം. ദുഃഖത്തെ സമ്മാനിക്കുന്ന സംസ്കാരത്തിൻ്റെ പേരാണ് പാപം. അപ്പം നമ്മളുടെ അകത്തിരിക്കുന്ന പാപസംസ്കാരം ആണ് നമ്മളെ ദുഃഖിതനാക്കുന്നത്. നമ്മളുടെ അകത്തിരിക്കുന്ന പുണ്യസംസ്കാരമാണ് നമ്മളെ സന്തുഷ്ടനായിരിക്കാൻ അനുവദിക്കുന്നത്. അപ്പോൾ പുണ്യസംസ്കാരം ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല നമുക്ക്. അത് പൂർവജന്മ ആർജിതങ്ങളാണ്. കഴിഞ്ഞ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പുണ്യവും പാപവും ഒക്കെ. നാം അമിതമായിട്ട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വേദനിക്കുകയോ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് അതിലൂടെ ആർജിച്ച പാപസംസ്കാരം നമ്മളിലുണ്ട്. അപ്പം അത് കഴുകിക്കളയണമെങ്കിൽ എന്ത് വേണം? സേവ ചെയ്യണം. ദുഃഖിതരായവർക്ക് അവരുടെ ദുഃഖം കുറയ്ക്കാനായിട്ട് നമ്മളുടെ കർമ്മത്തെയും സേവനത്തെയും ഉപയോഗപ്പെടുത്തണം. അതാണ് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. ഒരു മരുന്നാണത്, ഒരു ഔഷധമാണത്. നമ്മളാൽ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യന് എത്രത്തോളം കഴിയുമെന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയുടെ ഈശ്വരാർപ്പണ മനോഭാവം തന്നെയാണ്. ഇപ്പോൾ ഗാന്ധിജി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? അതിന് അർപ്പണമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അർപ്പണത്തിൽ നിന്നാണ് കർമ്മത്തിന് വ്യാപ്തി വരുന്നത്, സേവനത്തിന് വ്യാപ്തി വരുന്നത്. അപ്പം അത് നമ്മൾ ആർജിച്ചെടുക്കണം. മറ്റുള്ളവരും നമ്മളുടെ ആത്മാവിൻ്റെ ഭാഗമാണെന്നുള്ള അറിവ് ആദ്യം ഉണ്ടാക്കണം. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം. അങ്ങനെ ഓർക്കണം നമ്മൾ. ഈ ഓർമ്മ അതാണ് ഗുരു നമ്മെ പഠിപ്പിച്ചു തരുന്നത്. 210